ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലങ്ങളായ ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിഹ വൈരീണം. ഈ ഒരു ശ്ലോകത്തിന് അനവധി പ്രായോഗികമായിട്ടുള്ള ചോദ്യങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, ഇത്രയും അധികം സെക്യൂരിറ്റി സിസ്റ്റവും പോലീസും CIDയും ഇൻവെസ്റ്റിഗേഷൻ വിങ്ങും CBIയും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചില മനുഷ്യർ വീണ്ടും വീണ്ടും കള്ളത്തരം ചെയ്യുന്നത്? കള്ളനോട്ട്, കള്ളത്തരം, കള്ളക്കടത്ത്, അതുപോലെ തന്നെ ലൈംഗിക അപവാദങ്ങൾക്ക് വിധേയമാകുന്ന വിധത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യുന്നത്. നിരന്തരം ഡസൻ കണക്കിന് വ്യക്തികളെ ഗവൺമെൻറ് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെ, പോലീസിലൂടെയും മറ്റ് ഈവൻ പട്ടാളക്കാരിലൂടെയും പോലും തീവ്രവാദികളെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും തനിക്ക് ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും ജയിലിൽ പോകേണ്ടി വരുമെന്നറിഞ്ഞിട്ടും പലപ്പോഴും ജീവിതം ദുസ്സഹമാകുമെന്നറിഞ്ഞിട്ടും കുടുംബാംഗങ്ങൾക്ക് താനൊരു ഭാരമാകുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് മനുഷ്യർ ഇതുമാതിരിയുള്ള തിന്മകൾ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? വേറെ ചിലർ ചോദിക്കാറുണ്ട്, എന്നിലും നിന്നിലും നമ്മളിലെല്ലാവരിലും ഒരേ ഈശ്വര ചൈതന്യമാണ് ഉള്ളതെങ്കിൽ എന്തുകൊണ്ട് ചിലർ കള്ളന്മാരും കൊള്ളക്കാരും കള്ളക്കടത്തുകാരുമായി മാറുന്നു, വേറെ ചിലർ നല്ല മനുഷ്യരായി മാറുന്നു? ഇതിനെന്താ ഉത്തരം പറയുക? ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ സാധാരണ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പാവയ്ക്ക എന്ന വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ദോഷമോ ഗുണമോ ആണ് കയ്പ് എന്ന ടേസ്റ്റ്. കരിമ്പിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ടേസ്റ്റാണ് മധുരം എന്നുള്ളത്. ഓരോ വെജിറ്റബിളിനും അതിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഗുണദോഷങ്ങൾ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഓരോ മൃഗത്തിനും സ്വതസിദ്ധമായിട്ടുള്ളതുണ്ട്. അത് എവിടെയാണ് ഉള്ളത്? അത് അതിൻ്റെ ഇന്ദ്രിയങ്ങളിലുണ്ട്, അതിൻ്റെ ബുദ്ധിയിലുണ്ട്, അതിൻ്റെ മനസ്സിലുണ്ട്. അല്പസ്വല്പം ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നുള്ളത് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അവയുടെ സ്വതസിദ്ധമായ ജന്മവാസന എല്ലാത്തിലും ഉണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജന്മവാസന മൃഗീയമായിട്ടുള്ള ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റാണ് മനുഷ്യരിലുള്ളതെങ്കിൽ സംസ്കാര സമ്പന്നരായ മനുഷ്യരുടെ സഹവർത്തിത്വവും ധന്യങ്ങളായ ഉപദേശങ്ങൾ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ അവനിലുള്ള മൃഗീയ വാസന അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാളിറ്റീസ് സ്വതസിദ്ധമായിട്ട് റിഫൈൻ ചെയ്ത് പ്രാകൃതനായ മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ, സംസ്കാര സമ്പന്നനായ മനുഷ്യനായി മാറുന്നു. എങ്കിലും കാമയേഷ, അത്യാഗ്രഹം എന്ന് പറയുന്നത് ഏത് മനുഷ്യരിലും നിലനിൽക്കുന്നതാണ്. നിങ്ങൾ വളരെ ലളിതമായിട്ട് നോക്കുക, ഏത് ക്ഷേത്രങ്ങളിലും ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ഏറ്റവും അധികം വ്യക്തികൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നത് ഈശ്വരഭക്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രസാദം എന്ന ധാരണയിലോ ഒന്നുമല്ല. പ്രസാദമാണ് എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് ഭക്തിയോ ആത്മാർത്ഥതയോ ആത്മീയതയോ ഒന്നുമില്ല. തനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിലും എത്ര ആസ്തി ഉണ്ടെങ്കിലും തനിക്ക് ലഭിക്കാനുള്ളത് ലഭിക്കണമെന്ന ആഗ്രഹത്തേക്കാളുപരി അത്യാഗ്രഹം, അതിനെയാണ് കാമം എന്ന് പറയുക. മറ്റുള്ളവൻ്റേത് എനിക്ക് ലഭിക്കാം. അത് പൊസിഷൻ ആയാലും വിരോധമില്ല, പേരായാലും വിരോധമില്ല, അവാർഡായാലും വിരോധമില്ല, സർട്ടിഫിക്കറ്റ് ആയാലും വിരോധമില്ല, റാങ്കായാലും തനിക്ക് ലഭിക്കുക എന്നുള്ളത് ആഗ്രഹത്തേക്കാളേറെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കാണുന്ന അത്യാഗ്രഹമാണ്. അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലുണ്ട്, നമ്മുടെ ബുദ്ധിയിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്.
അപ്പോൾ കാമയേഷ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ക്രോധം. ഇവിടെ ദേഷ്യം എന്ന അർത്ഥത്തിലല്ല, ഇവിടെ വാശി എന്ന അർത്ഥത്തിലാണ്. എത്ര നല്ല മനുഷ്യരായാലും ശരി, എത്ര ഉയർന്നവനാണെങ്കിലും ശരി, ഏത് കുലത്തിൽ ജനിച്ചവനാണെങ്കിലും ശരി, മനുഷ്യൻ്റെ സ്വതസിദ്ധമായ ഭാവങ്ങളിലൊന്നാണ് നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടുള്ള വാശി. ആ വാശിയുടെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ അത് ദേഷ്യമാകുന്നു. ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ കുറേ അധികം സമയം നിലനിൽക്കുന്ന വാശിയായി മാറുന്നു. അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ എത്ര കാലം നമ്മളിൽ ഉണ്ടായിരിക്കുന്നുവോ അത്രയും കാലം അതിൻ്റെ ആധാരമായിട്ടുള്ള പല നെഗറ്റീവ് പ്രവർത്തികളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം കാമയേഷ, ക്രോധയേഷ, ഇത് എവിടെ നിന്നാ വരിക? 3 തരത്തിലുള്ള ഗുണങ്ങളാണ് മനുഷ്യരിലുള്ളത്. ഒന്ന് സത്വഗുണം, എന്നും നന്മ നിറഞ്ഞിരിക്കുന്നൊരു മനസ്സ്, ചിന്ത, വീക്ഷണം. പിന്നെ രജോ ഗുണം, കുറച്ച് വാശിയും വെല്ലുവിളിക്കാനുള്ള കപ്പാസിറ്റിയുമുള്ള സ്വഭാവം. പിന്നെ തമോ ഗുണം, നശിപ്പിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും തമസ്കരിക്കാനുമെല്ലാമുള്ള ദോഷം. ഈ 3 രജോ ഗുണം വാശിയും പകയും വിദ്വേഷവും കുറേയൊക്കെ അഹങ്കാരവും തണ്ടും ഇതെല്ലാം ഉള്ളതാണ് രജോ ഗുണം. ആ രജോ ഗുണമുള്ള മനുഷ്യരിൽ ഏറ്റവും അധികം പ്രകടമായി കാണുന്ന കാര്യമാണ് കാമയേഷ, ക്രോധയേഷ. രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്നുണ്ടാവും. മഹാശനോ മഹാപാപ്മ, ഇതാണ് ഒരു മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ ഗുണങ്ങളെ പലപ്പോഴും ഇല്ലാതെയാക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സംസ്കാര സമ്പന്നനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഈ 2 വാക്കുകൾക്ക് അടിമപ്പെട്ട് അവരുടെ ധന്യമായിട്ടുള്ള സ്വഭാവവും പെരുമാറ്റവും വീക്ഷണവും വാക്കുകളും ചിന്തകളും വളരെ ഷാർപ്പായിട്ട് നെഗറ്റീവിലേക്ക് പോകാനുള്ള കാരണം ഈ 2 വികാരങ്ങൾ എപ്പോഴാണോ ഇയാളിൽ ഉദിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാകുന്നത് എന്നറിഞ്ഞൂടാ. എപ്പോൾ വേണമെങ്കിലും അത്യാഗ്രഹം ഒരാളെ കീഴ്പ്പെടുത്താം. അത് അനവധി മണിക്കൂറുകളോ ദിവസങ്ങളോ നിന്നൊന്നും വരില്ല. ചിലപ്പോൾ 1 മിനിറ്റായിരിക്കും അത്യാഗ്രഹം അയാളെ കീഴ്പ്പെടുത്തുന്നത്. അതേപോലെ തന്നെ വാശി, 24 മണിക്കൂർ നോർമലായിട്ടുള്ള മനുഷ്യന് ചില സമയത്ത് ദേഷ്യത്തിൻ്റെ പരമകാഷ്ഠയിൽ വാശിയുടെ പ്രകടനം നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. അപ്പം മഹാശനു, അയാളുടെ എല്ലാ നന്മകളെയും ഇല്ലാതെയാക്കുന്നതാണ് ഇത്. മഹാപാപ്മ മാത്രമല്ല, അയാളെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കുന്നത്. അത് കള്ളനോട്ടടിയായാലും കള്ളനോട്ടിൻ്റെ പ്രചരണമായാലും കള്ളക്കടത്തായാലും കള്ളത്തരമായാലും ഏതെല്ലാം തരത്തിലുള്ള ദുഷ്പ്രവണതകൾ നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുവോ അതിലേതെടുത്താലും ഈ 2 അത്യാഗ്രഹവും രണ്ടാമത്തേത് വാശി, ചിലരോടുള്ള ദേഷ്യം, പ്രതികാരം, അത് തീർക്കാനുള്ള മനുഷ്യനിലെ നെഗറ്റീവ് ഇച്ഛാശക്തി, ഇത് 2 മഹാശനോ മഹാപാപ്മ വിദ്യേന മിഹ വൈരീണം. ഒരു മനുഷ്യൻ്റെ ആന്തരിക ശത്രുവാണിത്. പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രുവാണ് ഇത് 2. ഈ 2 ശത്രുക്കളെ മാറ്റാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നുവോ അപ്പം മാത്രമേ നമ്മൾ സംസ്കാര സമ്പന്നരായ മനുഷ്യരാവുള്ളൂ. ഇവിടെ ആത്മീയത വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഇവിടെ ആത്മീയതയല്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ, പിന്നെ ജീവിത സത്യങ്ങൾ. മിക്കവാറും നല്ല വാശിയും അതുപോലെ തന്നെ പകയും അതുപോലെ തന്നെ അത്യാഗ്രഹവുമുള്ള വ്യക്തികളെ കഥകളിലൂടെ മാറ്റിയെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. കുറേ കൂടി എളുപ്പം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തും നല്ല ഉപദേശങ്ങൾ കൊടുത്തും ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊടുത്തും അറിയിച്ചു കൊടുത്തും വ്യക്തികളെ മാറ്റലാണ് കുറേ കൂടി എളുപ്പം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അത്യാഗ്രഹം വാശി, നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ അത്യാഗ്രഹം വാശി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിലനിൽക്കുന്ന ഈ അത്യാഗ്രഹവും വാശി, ഈ 3 നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിറയാൻ നമ്മൾ അനുവദിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഈ 2 കാര്യം അത്യാഗ്രഹവും വാശിയും എപ്പോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ കുറേ കൂടി സംസ്കാര സമ്പന്നരാവും, കുറേ സമയത്തേക്ക് സംസ്കാര സമ്പന്നരാവും. എപ്പോഴാണോ ഈ 2 ശത്രുക്കൾ നമ്മളെ കീഴടക്കുന്നത് അപ്പോൾ നമ്മളുടെ സംസ്കാര സമ്പന്നതയുടെ ഇൻറ്റൻസിറ്റി കുറയും. നമ്മുടെ പേര്, നമ്മുടെ ക്വാളിറ്റി, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ വീക്ഷണം, ഇതിൻ്റെ എല്ലാം
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആസ്പെക്റ്റ് കുറയാനും നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടാനും ഇത് കാരണമാകും. ഏറ്റവും വലിയ 2 ശത്രുക്കൾ അകത്തുള്ളത് അത്യാഗ്രഹവും വാശിയുമാണെന്ന് ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.